വിഗ് വെച്ച വരനെ പ്രതിശുദ്ധ വധു കൊലപ്പെടുത്തി. കേൾക്കുമ്പോൾ ഏതെങ്കിലും സിനിമയിലെ ക്രൈം ത്രില്ലർ കഥയാണെന്ന് തോന്നാമെങ്കിലും ഈ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള കൊലപാതകമാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസം നേടിയ ഇന്നത്തെ യുവതയുടെ ധാർമ്മിക തകർച്ചയുടെ ഏറ്റവും ഭയാനകമായിട്ടുള്ള മുഖമാണ് പൂനെയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. പൂനെയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിട്ടുള്ള കേതൻ അഗർവാളിനെ അദ്ദേഹത്തിന്റെ പ്രതിശുദ്ധ വധുവായിട്ടുള്ള സിയ ഗോയലും അവരുടെ കാമുകൻ ചേതൻ ചൗധരിയും ചേർന്ന് കഴിഞ്ഞ മാസം 18-ന് കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ലോഹഗഡ് കോട്ടയിലേക്ക് കേതനെ വിളിച്ചു വരുത്തിയ ശേഷം സിയ സിഗ്നൽ നൽകുകയും പിന്നിൽ നിന്നും വന്ന കാമുകൻ ചേതൻ യാതൊന്നും സംശയിക്കാത്ത കേതനെ കൊക്കയിലേക്ക് തള്ളിവിടുകയുമായിരുന്നു. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ 3 കോടിയോളം രൂപ ചെലവിട്ട് ഇവരുടെ ആഡംബര വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു ഈ ആസൂത്രിത കൊലപാതകം. ഇപ്പോൾ ഈ കേസിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കേതൻ വിഗ് വയ്ക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് സിയ ഈ കൊലപാതകം നടത്തിയത് എന്നായിരുന്നു പുറത്തുവന്ന പുതിയ തിയറി. എന്നാൽ കേതന്റെ കുടുംബം ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കേതൻ ഒരു ഹെയർ പാച്ച് ഉപയോഗിച്ചിരുന്നു എന്നത് സത്യമാണെന്നും വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ ഈ വിവരം സിയെയും കുടുംബത്തെയും അറിയിച്ചിരുന്നതായും കേതന്റെ പിതാവ് വ്യക്തമാക്കി. ഇഷ്ടമല്ലെങ്കിൽ അവൾക്ക് ഈ വിവാഹം വേണ്ടെന്ന് വെക്കാമായിരുന്നു. എന്തിനാണ് എൻ്റെ മകനെ കൊന്നത് എന്നാണ് ആ അച്ഛൻ ചോദിക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ ഒക്ടോബർ മുതൽ സിയെയും ചേതനും തമ്മിൽ രഹസ്യബന്ധമുണ്ടായിരുന്നു. കാമുകനൊപ്പം ഒളിച്ചോടിയാൽ കുടുംബങ്ങൾക്ക് നാണക്കേടുണ്ടാകുമെന്ന ഭയന്നാണ് ഈ കാമുകന്മാർ കൊലപാതകം എന്ന എളുപ്പവഴി തിരഞ്ഞെടുത്തത്. സമൂഹത്തിന്റെ ധാർമ്മിക ബോധം എത്രത്തോളം തകർന്നു എന്നതിന്റെ തെളിവാണിത്. ഒരു വർഷത്തിനിടെ കാമുകനുമായി സിയ നടത്തിയത് 2000-ലധികം ഫോൺ കോളുകളാണ്. കേതനുമൊത്തുള്ള ബാലിയിലെ പ്രീ വെഡിങ് ഷൂട്ട് മുടക്കാൻ സിയ കേതന്റെ പാസ്പോർട്ട് വരെ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചു. തങ്ങളുടെ കള്ളത്തരങ്ങൾക്കും ദുരഭിമാനത്തിനും വേണ്ടി സുതാര്യമായി പെരുമാറിയ ഒരു യുവാവിനെ അവർ അതിവിദഗ്ധമായി ഇല്ലാതാക്കുകയായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോൾ കർശന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് നേരിട്ടിടപെട്ട് കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് മാറ്റാനും പ്രശസ്ത അഭിഭാഷകൻ ഉജ്ജ്വൽ നിഗത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കാനും ഉത്തരവിട്ടു. നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരിൽ പോലും ഇത്തരം ക്രിമിനൽ ബുദ്ധിയും പ്രതികാര മനോഭാവവും വളരുന്നത് ഭയപ്പെടുത്തുന്ന ഒരു സാമൂഹിക പ്രവണതയാണെന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുന്നു. പണവും പ്രതാപവും മാത്രം പോരാ, മാനുഷിക മൂല്യങ്ങളും ധാർമ്മികതയും കൂടി ഇന്നത്തെ തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് കേതന്റെ ഈ ദുരന്തം നൽകുന്നത്.